കൊച്ചിയിൽ നിന്നൊരു പ്രത്യേകതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് നോ ഹോൺ ഡേ ആണ്. അതായത് വാഹനത്തിന് ഹോൺ മുഴക്കാൻ പാടില്ല. ശബ്ദ മലിനീകരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചി സിറ്റി പോലീസ് നോ ഹോൺ ഡേ നടപ്പാക്കുന്നത്. നിയമവിരുദ്ധ ഹോണുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടിയും ഉണ്ടാകും. വിശദാംശങ്ങൾ വിഷ്ണു പ്രകാശ് നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. നോ ഹോൺ ഡേ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മുഴങ്ങി കേൾക്കുന്ന ഹോണുകളെ കുറിച്ച് ഞാൻ അറിയാതെ ഒന്ന് ചിന്തിച്ചു പോവുകയായിരുന്നു. ഈ സിഗ്നലുകൾ മാറി പച്ചയെ കത്താനായി നമ്മളങ്ങനെ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പിന്നിലുള്ള വാഹനം ഏറ്റവും ആദ്യം ഹോൺ അടിച്ചു തുടങ്ങും. കാരണം മുന്നിലുള്ള വാഹനങ്ങൾ നീങ്ങിയാൽ മാത്രമേ ഓരോ വാഹനത്തിനും കടന്നു പോകാൻ കഴിയൂ. ആ സമയം പോലും കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ, അതിനുള്ളൊരു ക്ഷമ ഒരാളും നമ്മുടെ നാട്ടിൽ കാണിക്കാറില്ല. അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. വിശദാംശങ്ങൾ പറയൂ വിഷ്ണു പ്രകാശ്. മോദി, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ നമുക്കൊരു ഹോൺ അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നൊന്നുമില്ല. അത്യാവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഹോൺ അടിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ റോഡുകളിലെല്ലാം ഇറങ്ങുന്നവർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. പ്രധാനമായും ഈ പല വിധത്തിലുള്ള മലിനീകരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും ഈ ശബ്ദ മലിനീകരണം വലിയ കാര്യമായിട്ടുള്ള ഒരു ചർച്ചയിലോട്ട് വരാറില്ല. അപ്പോൾ അതിനെതിരെ, ഈ ശബ്ദ മലിനീകരണത്തിനെതിരെയുള്ള ഒരു അവബോധം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ ഒരു നോ ഹോൺ ഡേ കൊച്ചിയിൽ ആചരിക്കുന്നത്. ഇന്ന് അപ്പോൾ ഹോൺ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എത്രത്തോളം വിജയകരമാകുമെന്നുള്ളൊരു കാര്യം വളരെ സംശയകരമാണ്. അത് ഇപ്പോൾ ഹോൺ അടിക്കുന്നവർ മാത്രം വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ റോഡിൽ ഇറങ്ങി നടക്കുന്ന ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ അടക്കമുള്ളവർ ഇറങ്ങി നടക്കുമ്പോൾ അതിനൊക്കെ എതിരായിട്ടാണ് പലപ്പോഴും ഹോൺ അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്നവരും അതുപോലെ റോഡിൽ ഇറങ്ങുന്നവരും യാത്രക്കാരും എല്ലാവരും ഒരു തീരുമാനത്തിലെത്തി ആ ഒരു നിലയിലെത്തിയാൽ മാത്രമാണ് ഇത് പൂർണ്ണതോതിലുള്ളൊരു വിജയമാവുകയുള്ളൂ. ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് ഹൈക്കോടതി ജംഗ്ഷനിലാണ്. നമുക്കറിയാം ഈ ഹോൺ നിരോധിത മേഖലയിൽ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഈ കോടതികളും ആരാധനാലയങ്ങളും അതുപോലെ സ്കൂൾ പ്രദേശങ്ങളും എല്ലാം. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത് ഇപ്പോൾ ഒരു 7:30 ആകുന്നതേ ഉള്ളൂ. ഈ നേരത്ത് തന്നെ ഇപ്പോൾ ബസ്സുകളെല്ലാം നമുക്ക് എത്തുന്നതും കാണാം. ഈ ഹോണടി ഇപ്പോൾ എൻ്റെ പിന്നിൽ തന്നെയാണെങ്കിലും നമുക്ക് ഹോണടി എല്ലാം കേൾക്കാം. ഇത് ആളുകളിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു പൂർണ്ണതോതിലുള്ളൊരു വിജയമാകണമെങ്കിൽ അതിൽ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം വേണം. അതിന് ഇപ്പോൾ ഈ റോഡിലോട്ട് പോകുമ്പോഴെല്ലാം വാഹനങ്ങളെല്ലാം പോകുന്നു. ഇപ്പോൾ വരി തിരിച്ചു പോകുന്നു. റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ആ പാലിക്കാതെ വരുമ്പോൾ അത്തരത്തിലാണ് ഈ പലർക്കും ഹോണ് അടിക്കേണ്ട ഒരു ഇത് വരുന്നത്. പ്രധാനമായും ശബ്ദ മലിനീകരണത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് ഇത് നടത്തുന്നതെങ്കിലും അതിനോടൊപ്പം തന്നെ ഒരു പുതിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിലെല്ലാം. അതെ, അതിലേക്കാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ചേട്ടാ, ഇന്നിപ്പോൾ നമുക്കിവിടെ കൊച്ചിയിൽ ഒരു നോ ഹോൺ ഡേ ആണ്. അതായത് ഹോൺ അടിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അത് അടിക്കുന്നില്ല, ഹോൺ അടിക്കില്ല. മാക്സിമം ഹോണ് കുറച്ചടിക്കണത്. പക്ഷേ എന്നാൽ പോലും ഈ ആളുകൾ റോഡിലൊക്കെ വരുമ്പോഴേ നമുക്ക് ഹോൺ അടിക്കാണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നില്ല. അതായത് നമുക്ക് അടിക്കാൻ വേറെ നിവൃത്തിയില്ലാത്ത ഒരു ആ സമയത്തൊക്കെ അടിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ചെറുതായിട്ട് അടിക്കുള്ളൂ, അധികം ഇതായിട്ടില്ല, ചെറുതായിട്ടൊന്നും അടിക്കുള്ളൂ. ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പാലിക്കാൻ തന്നെയാണ് നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും അതിൻ്റെ നിർദ്ദേശങ്ങൾ മുന്നേ തന്നെ കിട്ടി എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ഈ ഓട്ടോച്ചേട്ടന്മാർ എല്ലാവരും ഇപ്പോൾ തിരക്കിലാണ്. രാവിലെ തന്നെ ഓട്ടങ്ങളെല്ലാം പോകേണ്ട ഒരു തിരക്കൊക്കെ ഉള്ളതിനാൽ അതിൻ്റെ ഒരു ധൃതിയിലാണ് എല്ലാവരും ഇപ്പോൾ പ്രതികരിക്കാനൊക്കെ അവർക്കും ചെറിയ സമയപരിധി ഉണ്ട്. ഏതായാലും നോ ഹോൺ ഡേ ജീവിതമാർഗത്തിനായി ഇറങ്ങി തിരിച്ചവരാണല്ലോ. അപ്പോൾ ഓട്ടത്തിന്റെ തിരക്കിലാണ് എല്ലാവരും ഒന്ന് മനസ്സിലായി. വിഷ്ണു അങ്ങനെ മൈക്കുമായി ചെല്ലുമ്പോഴൊക്കെ അവർ ഓട്ടം കിട്ടി പോകുന്നത് കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ. ഏതായാലും വിഷ്ണു, നമ്മുടെ ഒരു ഗതാഗത സംസ്കാരം മെച്ചപ്പെടേണ്ടതുണ്ട്, ഡ്രൈവിംഗ് സംസ്കാരം മെച്ചപ്പെടേണ്ടതുണ്ട്. അത് പൂർണ്ണമായും മെച്ചപ്പെട്ടാൽ മാത്രമേ വലിയ തോതിൽ ഹോൺ മുഴക്കാതെ നമുക്ക് വളരെ സൂക്ഷിച്ച് റോഡിലൂടെ പോകാൻ കഴിയൂ എന്നതൊരു സത്യമാണ്. അത് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഏതായാലും വിഷ്ണുവിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നോ ഹോൺ ഡേയിൽ കൊച്ചിയിൽ നിൽക്കുകയാണ് വിഷ്ണു. എല്ലാ മനുഷ്യർക്കും അത് നന്നായിരിക്കട്ടെ. ഈ ഹോണിൻ്റെ ഒച്ചയൊക്കെ ചില സമയത്ത് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒച്ചയുണ്ട്. അത് ഹോൺ മുഴക്കേണ്ടി വരുന്നത് റോഡിൽ മറ്റു പലരും ആ തരത്തിൽ പെരുമാറുന്നത് കൊണ്ടുകൂടിയാണ്. ചിലർക്ക് ഇത് വളരെ രസകരമായൊരു പരിപാടിയാണ്. ഒരു വാഹനങ്ങളും മുന്നിലില്ല എങ്കിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 സെക്കൻഡ് വ്യത്യാസത്തിൽ ഹോൺ മുഴക്കിക്കൊണ്ടേ പോകുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നോ ഹോൺ ഡേയിൽ പരമാവധി ഹോൺ അടിക്കാതെ ഒന്ന് മനസ്സ് വെച്ച് നോക്കൂ.